ബിസിനസ് ലക്ഷ്യവുമായി ഞാൻ ഡൽഹിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും 2:40 തിരിക്കുന്ന നിസാമുദ്ദീൻ എക്സ്പ്രസ്സിന് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിൻ പിടിക്കാനായിട്ട് ഞാനൊരു 11:30 ആകുമ്പോൾ തിരിച്ചു. കാര്യം ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്ററോളം ഉണ്ട് തമ്പാനൂർ എത്താനായിട്ട്. എൻ്റെ ബൈക്കിൽ പോയിട്ട് ട്രിവാൻഡ്രത്ത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അവിടെ തിരിക്കാനുള്ള പ്ലാനാണ്. എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഞാൻ അധികം സാധനങ്ങളൊന്നും ബാഗിൽ കരുതാറില്ല. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ദുരിത യാത്ര ഓർത്ത് വീട്ടുകാരെനിക്ക് 2 ദിവസത്തെ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ എല്ലാവർക്കും യാത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ വൈഫിനും മകൾക്കൊക്കെ യാത്ര പറഞ്ഞ് ഞാനിതാ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഹാപ്പി ജേർണി. കൃത്യം 2:40 തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ എടുത്തു. അങ്ങനെ ഡൽഹിയിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റെയിൻ കോട്ട് എടുക്കാൻ വന്നപ്പോൾ നമ്മുടെ അമൃത്സർ ട്രെയിനിലാണ് വന്നത്. പക്ഷേ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഭയങ്കര ഗതികെട്ട യാത്രയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. 3 ദിവസം മൂത്രം പോലും ഒഴിക്കാൻ പറ്റിയില്ല. അത്രത്തോളം ഗതികേടായിരുന്നു. ഫുള്ളാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സ്ലീപ്പർ എടുക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ സ്ലീപ്പറിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബംഗാളികളൊക്കെ മൊത്തം ഇടിച്ച് കയറും. പിന്നെ ആകെ ഡിസ്റ്റർബ് ആകും. ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നമ്മുടെ എക്കണോമി AC 3 ടയർ AC ആണ് ഞാൻ ഇപ്രാവശ്യം റിസർവേഷൻ ചെയ്തത്. അങ്ങനെ എന്തായാലും കേരളത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഹരിത ഭംഗിയായ കേരളം കടന്നു. ഇത്രയും മനോഹരമായ പ്രകൃതി കാണുമ്പോൾ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ബിസിനസ് വീഡിയോയിലോട്ട് കടക്കാനുള്ള ശ്രമമാണ് എൻ്റേത്. പൊതുവെ ഒരു ഇൻഫർമേഷനും കൂടെ വേണ്ടിയിട്ട് ആണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതിനിടയിൽ ഈ പ്രകൃതി കൂടെ ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. ഈ യാത്ര എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗതികെട്ടതല്ല. കമ്പാർട്ട്മെൻറ്റിലെല്ലാം നല്ല ഫ്രഷാണ്, AC ആണ്. കൊള്ളാം. യാത്ര സുഖകരമാണ്. പക്ഷേ ഇതിനെടുക്കുന്ന ചാർജ് 2500 രൂപയാണ്. മറ്റേ നമ്മൾ സാധാരണ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ 700 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. 650 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. സ്ലീപ്പറാണെന്നുണ്ടെങ്കിൽ ഏകദേശം 900 സംതിങ് അതാണ് ടിക്കറ്റ് ചാർജ്. ഈ ചെറിയ മഴയത്ത് കൊങ്കൺ റെയിൽവേയിലൂടെയുള്ള ഈ യാത്ര വളരെ അതിമനോഹരമാണ്. ഭയങ്കര സുഖമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള സമയമില്ല. പക്ഷേ നല്ല ഭംഗി, വളരെ നല്ല രസമുള്ള ഒരു യാത്രയാണ് ഈ ചെറിയ മഴയത്ത് കൊങ്കൺ റെയിൽവേയിലുള്ള യാത്ര. രാജസ്ഥാനിലൂടെ ഞാൻ പോകുമ്പോൾ വൈഫിനെ വിളിച്ചിട്ട് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന രാജസ്ഥാനിലൂടെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വൈഫിൻ്റെ ചോദ്യം, അവിടെ മൊത്തം മണലാരണ്യമല്ലേ, അപ്പോൾ അതിനിടയിലൂടെയാണോ പോകുന്നത് എന്നായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവളെ കാണിക്കാൻ വേണ്ടി ചിത്രീകരിച്ചതാണ് ഈ രാജസ്ഥാനിൻ്റെ ഈ ചിത്രം. രാജസ്ഥാനെന്ന് കേൾക്കുമ്പോൾ പലരും ഒരു മരുഭൂമിയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിലും രാജസ്ഥാനിലും ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും പലരും അറിയാനുണ്ട്. മൂന്നാം ദിവസം ഏകദേശം ഒരു 9 മണിയോടെ ഞാൻ ഇവിടെ എത്തി. നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ നാടായ മധുരയിലെത്തി. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷനാണ്. പിന്നെ അങ്ങനെ ഏകദേശം ഒരു 9 മണിയോടെ മധുര സ്റ്റേഷൻ, എനിക്ക് തോന്നുന്നു 9:10 എന്തോ ആയിരുന്നു. 9:10 മധുര സ്റ്റേഷൻ പിന്നിട്ടു. രാജസ്ഥാൻ കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയിൽ ഒരുപാട് ഭിക്ഷക്കാരും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വിൽക്കുന്നവർ, സോക്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പൊതുവെ ആഗ്രഹമായിട്ട് എടുക്കുമ്പോഴേക്ക് ഒരുപാട് ഇങ്ങനെ ടീമുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പയ്യൻ്റെ ഒരു ഷോ, വളരെ കൗതുകം ഉണർത്തുന്നൊരു ഷോ ആയിരുന്നു. വലിയ സംഭവമൊന്നുമില്ല. സംഗതി അവൻ കുറച്ച് അതിലിങ്ങോട്ട് ഓരോ ഇതൊക്കെ കറക്കി ഇങ്ങനെ നേരെ അങ്ങ് പോവും.
എന്നിട്ട് അവിടെ പോയിട്ട് തൊപ്പിയിലെ സംഗതിയൊക്കെ ഊരി വെച്ചിട്ട് ഒരു പാത്രം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരും. അങ്ങനെ കളക്ഷനാണ്. എല്ലാവരും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അതിൻ്റെ ഒരു ഭാഗം. പാവം, അവനും അങ്ങനെ ജീവിക്കട്ടെ. അങ്ങനെ ഏകദേശം ഒരു 12:30 ഡൽഹിയിലെത്തി. ഓൾഡ് ഡൽഹിയാണ്. നിസാമുദ്ദീൻ ആയതുകൊണ്ട് നിസാമുദ്ദീൻ വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂഡൽഹിയിലെത്തില്ല. അങ്ങനെ ഓൾഡ് ഡൽഹിയിൽ ഇറങ്ങി. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായി. അവിടെ നിന്ന് എനിക്ക് പിന്നെ ഇൻ്റർലോക്ക് വരെ വരാനായിട്ട് നമ്മുടെ ഈ ട്രെയിൻ മെട്രോ റെയിലിനെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ വന്നു, ഗാന്ധിനഗറിൽ വന്നു. ഒരു റൂം എടുത്തു. ചെറിയൊരു റൂമാണ്. AC ഒന്നുമില്ല, നോൺ AC ആണ്. കുറച്ച് ഇച്ചിരി ഒരു വളരെ താന്ന, പക്ഷേ 650 രൂപയേ ഉള്ളൂ വാടക. അതിൻ്റെ ഒരു പരിചയത്തിൻ്റെ പുറത്തുകൂടെ കിട്ടുന്നതാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതത്രയും ഒരു സൗകര്യമായി. ഡൽഹിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് കൂടെ ഒന്ന് ജനങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. ഈ വീഡിയോയ്ക്കല്ല നമ്മുടെ പ്രാധാന്യം. അടുത്ത് ഉടനെ തന്നെ ബിസിനസ് വീഡിയോ വരുന്നുണ്ട്. ഇനി എല്ലാം ബിസിനസ്സിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ മുതൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എനിക്ക് നേട്ടം ഉണ്ടാവും, കാണുന്നവർക്ക് നേട്ടം ഉണ്ടാവും. താങ്ക് യു.